ഹായ് ഓൾ, വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത അക്കൗണ്ടൻസി പാർട്ട് 2 AFSലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. തിയറി ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് വരാറുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് തിയറി ഏരിയാസും അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഫോർമാറ്റും നോക്കി പോവാം. ഇതിലെ അക്കൗണ്ടിംഗ് പ്രക്രിയയുടെ അന്തിമ ഉൽപ്പന്നമാണെന്ത്? ധനകാര്യ പത്രികകൾ. ധനകാര്യ പത്രിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ +1 വരച്ചിട്ടുണ്ട്. നമ്മുടെ ബാലൻസ് ഷീറ്റ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, അതൊക്കെ നമ്മൾ ഒരു ബിസിനസ്സിൻ്റെയാണ് പഠിച്ചത്, ഒരു ഫേമിൻ്റെ. ഇവിടെ നമ്മുടെ കമ്പനിയുടെ ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കമ്പനിയുടെ ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് മറ്റുള്ളവയിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ്. 2013 കമ്പനീസ് ആക്റ്റിലെ ഈ ധനകാര്യ പത്രിക തയ്യാറാക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പനിയുടെ ധനകാര്യ പത്രികകളൊക്കെ നമ്മൾ അക്കൗണ്ട് ഫോമിലല്ല വരയ്ക്കുന്നത്, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണ് നമ്മൾ വരയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ഈ ഒരു ഫോർമാറ്റ്, ഒരു നോട്ട് നമ്പർ, അതുപോലെ തന്നെ 2 എമൗണ്ട് കോളം, താഴേക്കാണ് നമ്മൾ എഴുതുക. പണ്ട് നമ്മുടെ ബാലൻസ് ഷീറ്റൊക്കെ ഒരു T ഫോർമാറ്റ് ആണെങ്കിൽ ഇപ്പോൾ അത് താഴേക്ക്. ആദ്യം നമ്മൾ എന്ത് എഴുതി? ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എഴുതി, പിന്നെ അസറ്റുകൾ എഴുതി. ചെയ്യുന്നതൊക്കെ ഒരുപോലെ തന്നെ, പക്ഷേ കുറച്ച് ഫോർമാറ്റിലൊക്കെ ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ധനകാര്യ പത്രികയിൽ എന്താ ഉണ്ടാവുക? ലാഭം അല്ലെങ്കിൽ നഷ്ടം, ആസ്തികളുടെയും ബാധ്യതകളുടെയും തുക, ഓഹരി ഉടമകളുടെ ഫണ്ട് എന്നിവ കണ്ടെത്തുന്നതിനായി തയ്യാറാക്കുന്ന വിവിധ തരം അക്കൗണ്ടുകളെയും പത്രികകളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ധനകാര്യ പത്രികകൾ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം അതിൻ്റെ തൽപര കക്ഷി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഗവൺമെൻറ് ആവാം, ബാങ്കേഴ്സ് ആവാം, കസ്റ്റമേഴ്സ് ആവാം, സപ്ലയേഴ്സ് ആവാം, അതുപോലെ തന്നെ മാനേജേഴ്സ് ആവാം, അങ്ങനെ തൽപര കക്ഷികൾ ഉണ്ടാവില്ലേ? അവരുടെ സാമ്പത്തിക വിവരങ്ങളെ കുറിച്ചിട്ട് പറയാൻ, ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരവും ഔപചാരികവുമായ വാർഷിക റിപ്പോർട്ടുകളാണ് എന്ത്? ധനകാര്യ പത്രികകൾ. അപ്പോൾ നമ്മുടെ ബിസിനസ് എങ്ങനെയാണെന്ന് ഏത് നോക്കി അറിയാൻ പറ്റും? ധനകാര്യ പത്രികകൾ നോക്കി അറിയാൻ പറ്റും. എത്രത്തോളം ലാഭമുണ്ട്, എത്രത്തോളം നഷ്ടമുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ആസ്തികളുണ്ട്, എത്രത്തോളം കടബാധ്യതകൾ നമുക്കുണ്ട്, എത്രത്തോളം ക്യാപിറ്റൽ ഉണ്ട്, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നടന്നിരിക്കുന്നത്, അങ്ങനെ സകല കാര്യങ്ങളും ഏത് നോക്കി അറിയാനായിട്ട് പറ്റും? നമ്മുടെ ധനകാര്യ പത്രിക നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി നിങ്ങൾ പഠിക്കേണ്ടതാണ് എന്ത്? താഴെ തന്നിരിക്കുന്നത് നിങ്ങൾ പഠിക്കണം. ഈ ധനകാര്യ പത്രികകൾ, കമ്പനിയുടെ ധനകാര്യ പത്രികകൾ പ്രധാനമായിട്ടും 3 എണ്ണാണുള്ളത്. ഏതൊക്കെയാ? ഒന്ന് ബാലൻസ് ഷീറ്റ്, പിന്നെ ഒന്ന് ലാഭനഷ്ട അക്കൗണ്ട്, ഒന്ന് പണപ്രവാഹ പട്ടിക. നമ്മുടെ 6ാം പാഠത്തിൽ നമ്മൾ പഠിക്കണില്ലേ, പണപ്രവാഹ പട്ടിക. ഇതാണ് കമ്പനിയുടെ ധനകാര്യ പത്രിക, 3 എണ്ണം. ഇനി ധനകാര്യ പത്രികകളുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലും തിയറിയാണ് വരിക. ധനകാര്യ പത്രിക രേഖപ്പെടുത്തിയ വസ്തുതകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എന്താണ്? എഴുതി തയ്യാറാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഓൾറെഡി ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കമ്പനിയുടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഏത് തയ്യാറാക്കുന്നത്? ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നത്. അക്കൗണ്ടിംഗ് ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്നത്. അടുത്തത് പോസ്റ്റുലേറ്റുകൾ എന്നറിയപ്പെടുന്ന ചില അടിസ്ഥാന അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് ധനകാര്യ പത്രികകൾ. വ്യക്തിഗത വിലയിരുത്തലുകൾ, അതുപോലെ എസ്റ്റിമേറ്റുകൾ, സ്വയം തീരുമാനങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ധനകാര്യ പത്രികകൾ. അതൊക്കെ എഴുതി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് വരും? വ്യക്തിഗത വിലയിരുത്തലുകളും എസ്റ്റിമേറ്റുകളും സ്വയം തീരുമാനങ്ങളൊക്കെ ഏതിൽ വരും? ധനകാര്യ പത്രികകളിൽ വരും. ഇത്രയാണ് ഇത് ധനകാര്യ പത്രികകളുടെ സ്വഭാവം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് ഓർക്കണം. ഒന്ന് ബാലൻസ് ഷീറ്റ്, ഒന്ന് ലാഭനഷ്ട അക്കൗണ്ട്, പിന്നെ ഒന്നാണ് പണപ്രവാഹ പട്ടിക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ധനകാര്യ പത്രികയുടെ ലക്ഷ്യങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പനിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനായിരിക്കും? ധനകാര്യ പത്രികകളുടെ ലക്ഷ്യങ്ങളാണ് നമ്മളിനിപ്പോൾ നോക്കുന്നത്. മെയിനായിട്ട് ബിസിനസ്സിൻ്റെ വരുമാന ശേഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകും. കാരണം എന്താ? ലാഭമാണോ നഷ്ടമാണോ? ബിസിനസ്സിൻ്റെ സാമ്പത്തിക വിഭവങ്ങളെല്ലാം ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നൽകും. ഇപ്പോൾ എത്രത്തോളം നമ്മുടെ ആസ്തികളുണ്ട്, എത്രത്തോളം ബാധ്യത ഉണ്ട്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പണപ്രവാഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകും. ഏത്? പണപ്രവാഹ പട്ടിക. മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമത വിലയിരുത്തുക.
സമൂഹത്തെ ബാധിക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക. ബിസിനസ് അക്കൗണ്ടിംഗ് നയങ്ങൾ വെളിപ്പെടുത്തുക. അപ്പോൾ ഏതെങ്കിലും 2-3 ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ധനകാര്യ പത്രികകളുടെ ലക്ഷ്യങ്ങൾ അതെന്ന് അറിയാൻ പറ്റും. ആസ്തികളും ബാധ്യതകളും അറിയാനായിട്ട് സഹായിക്കും. ലാഭവും നഷ്ടവും അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. പണപ്രവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമത വിലയിരുത്താൻ പറ്റും. ഇത്ര കാര്യങ്ങളെങ്കിലും നോക്കി വയ്ക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പറഞ്ഞത് തന്നെയാണ്. വിവിധ തരം ധനകാര്യ പത്രികകൾ. ബാലൻസ് ഷീറ്റ് അറിയാം നമുക്ക്. ബാലൻസ് ഷീറ്റിൽ ആസ്തികളും ബാധ്യതകളുമാണ്. 2003 കമ്പനി നിയമത്തിൻ്റെ പുതുക്കിയ ഷെഡ്യൂൾ 3 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഷെഡ്യൂൾ 3 പറഞ്ഞ പ്രകാരം വേണം നമ്മൾ എന്ത് തയ്യാറാക്കാൻ? ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ. സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ വരയ്ക്കുന്നു വെച്ചൊരു പെർട്ടിക്കുലർ കോളം, 2 എമൗണ്ട് കോളം, ഒരു നോട്ട് നമ്പറിൻ്റെ കോളം. അത് വർക്കിംഗ് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ബാധ്യതകൾ എഴുതുന്നു. നിങ്ങളോട് എപ്പോഴും ചോദിക്കും കറണ്ട് ലയബിലിറ്റി ഏതാണ്, കറണ്ട് അസറ്റുകൾ ഏതാണ്, അത് ചോദിക്കും. അപ്പോൾ ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, ബാധ്യതകളുടെ സൈഡാണ് ആദ്യം എഴുതുന്നത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ഒന്ന് ഷെയർ ഹോൾഡറുടെ ഫണ്ട്, അതിൽ വരുന്നതാണെന്ന് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ, മൂലധനം. റിസർവും സർപ്ലസും, അത് രണ്ടും ഒന്ന് നോക്കി വയ്ക്കുക. നോൺ കറണ്ട് ലൈബിലിറ്റികൾ ഉണ്ട്. നോൺ കറണ്ട് ലൈബിലിറ്റിയിൽ വരുന്നതാണ് എന്ത്? ലോങ് ടേം ബോറോയിങ്, ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലേക്കുള്ള നമ്മുടെ കടം വാങ്ങല്, അതുപോലെ തന്നെ ലോങ് ടേമിലേക്കുള്ള പ്രൊവിഷൻസ്. കറണ്ട് ലൈബിലിറ്റി, ഹ്രസ്വകാല ബാധ്യതയിൽ വരുന്നത് നമ്മൾ പണ്ട് പഠിച്ചത് തന്നെയാണ്. അതിൻ്റെ 2-3 എക്സാമ്പിളുകൾ ഏതാനൊക്കെയാണ് ഇവിടെ വരിക. ഒന്ന് ട്രേഡ് പേയബിൾ, നമ്മുടെ ഷോർട്ട് ടേം ബോറോയിങ്സ്, അതർ ലൈബിലിറ്റീസ്, അതുപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ഇതൊക്കെ ഇതിൽ വരിക. ഷോർട്ട് ടേം പ്രൊവിഷൻസിലും കറണ്ട് ലൈബിലിറ്റീസിലൊക്കെ വരും. ഇനി അസറ്റുകളിൽ വരുന്നതാണ് നോൺ കറണ്ട് അസറ്റ്, നമ്മുടെ ഫിക്സ്ഡ് അസറ്റ്. അതിൽ വരുന്നതാണ് ഫിക്സ്ഡ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് നോൺ കറണ്ട് അസറ്റിൽ വരുന്നത്. പിന്നെ എല്ലാം ഒന്നും നിങ്ങൾ നോക്കേണ്ട, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ കറണ്ട് അസറ്റുകൾ, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെൻട്രീസ്, ട്രേഡ് റിസീവബിൾസ്, പിന്നെ എന്ത് വരുന്നുണ്ട്? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, പിന്നെ വരുന്നതാണ് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതർ കറണ്ട് അസറ്റുകൾ വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ടോട്ടൽ ചെയ്യുക. നമ്മൾ ചെയ്ത് ശരിയാണെങ്കിൽ 2 സൈഡും എന്തായിരിക്കും? ടാലി ആയിട്ട് പോകും. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ ലാഭനഷ്ട പ്രക്രിയ. നിങ്ങൾക്ക് ചോദ്യം വരികയാണെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ കണ്ടുപിടിക്കാനാണ് ചോദിക്കാറുള്ളത്. അല്ലാതെ ഇത്ര വലിയ ബാലൻസ് ഷീറ്റുകളൊന്നും ഇതുവരെയും ചോദ്യത്തിൽ വന്നിട്ടില്ല. ലാഭനഷ്ട പത്രിക വരയ്ക്കാൻ നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. നിങ്ങളുടെ വരുമാനങ്ങളൊക്കെ കൂട്ടുക. അതിൽ നിന്ന് നിങ്ങളുടെ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് കിട്ടി? ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങൾക്ക് കിട്ടി. ഇനി അതിൽ നിന്ന് ടാക്സ് കൊടുക്കാനുണ്ടെങ്കിൽ ടാക്സും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ലാഭം ഓർ നഷ്ടം കിട്ടി. ഇത്രയേ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഏതാണ് ഇത്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ വർഷത്തെ വരുമാനം പ്ലസ് സെയിൽസ് റവന്യൂ പ്ലസ് അതർ റവന്യൂ. ഇപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടിയതോ കമ്മീഷൻ കിട്ടിയതോ എന്താണെന്ന് വെച്ചാൽ എഴുതാം. 2 വരുമാനങ്ങൾ കൂടി കൂട്ടാം. അതിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കാം. അപ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ടാക്സ് കൊടുക്കുന്നതിന് മുന്നുള്ള പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ടാക്സും കൂടെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇനി ധനകാര്യ പത്രികകളുടെ ഉപയോഗവും പ്രാധാന്യവും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും 2-3 പോയിന്റെങ്കിലും അറിയണം നമുക്ക്. ധനകാര്യ പത്രികകൾ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓഹരി ഉടമകൾക്ക് റിപ്പോർട്ട് നൽകും. ഈ ധനകാര്യ പത്രിക ഉപയോഗിച്ചിട്ടല്ലേ ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അളക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആര് കൊടുക്കും? ധനകാര്യ പത്രികകൾ കൊടുക്കും. പിന്നെ ധനകാര്യ പത്രികകൾ സർക്കാരിൻ്റെ നികുതി, മറ്റ് സാമ്പത്തിക നയങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ നൽകും. അപ്പോൾ ഈ ധനകാര്യ പത്രിക നോക്കിയിട്ടാണ് നമ്മൾ എത്ര ലാഭമുണ്ട്, എത്ര ടാക്സ് അടയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത്. ധനകാര്യ പത്രികകൾ കമ്പനിക്ക് വായ്പ നേടാൻ ആവശ്യമായിട്ട് രേഖകൾ നൽകുന്നു. അത് കൊടുക്കണം. അത് കൊടുത്താലേ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ലോൺ തരുള്ളൂ. പിന്നെ കമ്പനിയിലെ നിക്ഷേപകർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്ന വഴി ഫണ്ട് ശേഖരണത്തിന് വഴിയൊരുക്കുന്നു. കമ്പനിയിൽ നിക്ഷേപകർക്ക് എന്തിനു ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടറിയാം, വലിയ കുഴപ്പമില്ലാത്ത കമ്പനിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞു. അപ്പോൾ അവർ വന്ന് അവിടെ നിക്ഷേപിക്കും. അപ്പോൾ നിക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കും. ഓഹരി ഉടമകൾക്ക് അവരുടെ നിക്ഷേപത്തിൻ്റെ സ്ഥാനം, മൂല്യം, സുരക്ഷ, ആദായം എന്നിവ ധനകാര്യ പത്രികകളിലൂടെ അറിയാനായിട്ട് പറ്റും. ഇനി വ്യാപാര സംഘടനകൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും ആവശ്യമായ ഉപദേശങ്ങൾ നൽകാനും കഴിയും. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ രൂപീകരിക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു 3 പോയിന്റ് നോക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ധനകാര്യ പത്രികകളുടെ പരിമിതികളാണ് പറഞ്ഞിരിക്കുന്നത്. ആസ്തികളുടെയും ബാധ്യതകളുടെയും നിലവിലെ വിപണി സാഹചര്യത്തെ ഇത് പ്രതിഫലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ എന്തിലാണ് റെക്കോർഡ് ചെയ്യുക, നമ്മൾ വാങ്ങിച്ച വിലയിലാണ് നമ്മൾ ആസ്തികളും ബാധ്യതകളും ഒക്കെ ഉള്ളത്. അപ്പോൾ വിപണി സാഹചര്യത്തിൽ മാർക്കറ്റ് വിലേനെ ഇത് പ്രതിഫലിപ്പിക്കില്ല. ധനകാര്യ പത്രികകൾ രേഖപ്പെടുത്തിയ വസ്തുതകളുടെ ഫലമാണ്. അതിനാൽ ഇത് അക്കൗണ്ടന്റുമാരുടെ വ്യക്തിപരമായ വിധിന്യായങ്ങളായിരിക്കാം. കാരണം അക്കൗണ്ടന്റുമാരാണ് ആ ധനകാര്യ പത്രിക ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ രേഖപ്പെടുത്തുന്നതാ. അപ്പോൾ അവരെന്ത് ചെയ്യും? വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഈ ബിസിനസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയണത്. ധനകാര്യ പത്രികകൾ വിശദമായ വിവരങ്ങളല്ല നൽകുന്നത്, മറിച്ച് വിവരങ്ങളുടെ സംഗ്രഹമാണ് നൽകുന്നത്. ഇത് ഉപഭോക്താക്കൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അപര്യാപ്തമാണ്. ഉൽപ്പന്ന വിപണിയുടെ നഷ്ടം, കരാറുകൾ അവസാനിപ്പിക്കൽ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബാലൻസ് ഷീറ്റിൽ വെളിപ്പെടുത്തുന്നില്ല. വിപണിയുടെ നഷ്ടം, കരാറുകൾ അവസാനിപ്പിക്കുന്നത്, പുതിയൊരു കരാറിൽ ഒപ്പിട്ടിട്ട് അവസാനിപ്പിക്കുന്നത് തുടങ്ങിയവയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. ധനകാര്യ പത്രികകൾ പണപരമായ വിവരങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ, പക്ഷേ ഗുണപരമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. നമുക്കൊരു ലിമിറ്റേഷനായിട്ട് എഴുതാൻ പറ്റും, ഓൺലി റെക്കോർഡ് ചെയ്ത്. അല്ലാണ്ട് മാനേജ്മെൻറ്റിൻ്റെ എബിലിറ്റി, എംപ്ലോയീസിൻ്റെ വർക്ക്, അതുപോലെ തന്നെ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, അങ്ങനത്തെ ഒരു കാര്യം പറയുന്നില്ല. ധനകാര്യ പ്രസ്താവനകൾ ഇടക്കാല റിപ്പോർട്ടുകൾ മാത്രമാണ്. അത് മാത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബിസിനസ്സിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.